ശ്രീ രാജേന്ദ്രൻ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ ഒരുപാട് ദുരൂഹതകളും ആരോപണം വന്നു. അപ്പോൾ മന്ത്രി കെ ജനേഷ് കുമാറിന്റെ പേരിൽ വന്നിട്ടുണ്ട്. വിനയൻ, പഴയ നടയുടെ സംവിധായകൻ വിനയൻ പറയുന്നത് ജനേഷ് കുമാറും ഇതിൽ പങ്കുണ്ട്, ഈ പവർ ഗ്രൂപ്പ് ജനേഷ് കുമാറാണ്. പക്ഷെ മന്ത്രി അത് നിഷേധിച്ചിരിക്കുകയാണ്. കാരണം വിനയന് ഇഷ്ടമില്ലാത്ത ട്രാപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് പറയുന്നത്. പക്ഷെ ഇതിലൊരു സത്യാവസ്ഥ എന്താണ്? സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഈ പറയുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന 12 പേര്, 15 പേരുണ്ട്. ആ 15 പേരടങ്ങുന്ന സംഘമാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അവരെ അമ്മ എന്നുള്ള പേരിലാണ് അത് തീരുമാനിക്കുന്നത്. പിന്നെ സുകുമാർ അഴീക്കോട് പറഞ്ഞ പോലെ അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല എന്നുള്ളതിന്റെ ഒരു കുഴപ്പം നല്ലതുപോലെ കാണിച്ച ആൾക്കാരാണ് ഇതിലുണ്ടായിരുന്നത്. വയോധികനായ ഒരു ഭാഗം തളർച്ച ബാധിച്ച തിലകനോട് വളരെ മോശമായ രീതിയിൽ, പ്രായത്തിന്റെ പരിധി ലംഘിക്കുന്ന രീതിയിലാണ് നേരത്തെ പറഞ്ഞ ആള് പെരുമാറിയത്. അതിന്റെ ശരീരഭാഷയൊക്കെ നമ്മൾ വീഡിയോകളിൽ കൂടി കണ്ടതാണ്. അതിന്റെ ധിക്കാരവും പിന്നെ പത്രസമ്മേളനം, അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം അതിനൊരു ആയുധമായിരുന്നേ ഉള്ളൂ. സിദ്ദിഖുണ്ട്, മോഹൻലാലുണ്ട്, അങ്ങനെ പലരും ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ. അവരൊക്കെയാണല്ലോ ഇപ്പൊ താരരാജാക്കന്മാരെന്നൊക്കെ പറയും. ഈ താരരാജാക്കന്മാർ ഇതുവരെ ഈ ഹേമ കമ്മിറ്റിയെ കുറിച്ച് മുന്നിട്ട് തന്നെ പറഞ്ഞിരുന്നല്ലോ. മാള അരവിന്ദൻ തിലകനെ പിന്തുണച്ചു, വളരെ കരയുന്ന രീതിയിലുള്ള ഒരു വോയിസ് മെസ്സേജ് അന്ന് തന്നിരുന്നു. വോയിസ് ആയിട്ട് തന്നെ തന്നിരുന്നു. അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിൽക്കാലത്ത് അതൊക്കെ അങ്ങ് മാറി. അതിന്റെ ചൂടൊക്കെ ഈയുടെ സ്വാധീനം മൂലം റെയിൻ ഓഫ് ടെറർ എന്ന് കേട്ടിട്ടില്ലേ, അതുപോലുള്ള ഒരു തരം ഭീകര ഭരണമാണ് ഇവരിപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ സ്ത്രീത്വത്തെ ബാധിക്കുന്ന, സിനിമാ നടികളെ ബാധിക്കുന്ന, തങ്ങളുടെ ഇൻഡസ്ട്രിയിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗത്തെ ബാധിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടും കാമാന്നൊരക്ഷരം പറയുന്നില്ല. ഇത് പഠിച്ചിട്ട് പറയാം. എന്ത് പഠിച്ചിട്ട് പറയാൻ? ശുദ്ധ തെമ്മാടിത്തരം കാണിച്ചിട്ട് പിന്നെ പഠിച്ചിട്ട് പറയാവുന്ന അതിന് കുമ്പസരിക്കേണ്ടതിന് പകരം, അല്ലെങ്കിൽ കുറ്റം പശ്ചാത്തപിക്കേണ്ടതിന് പകരം പഠിച്ചിട്ട് പറയാൻ പോലും. ഇതിപ്പോ ഞാനിത് പറയുമ്പോൾ എനിക്കെതിരെ പോലും നടപടിക്കുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാവും. അത്ര ഭീകരമാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ. അന്നത്തെ കാലത്ത് കഷ്ടം തോന്നിയിട്ട് ഞാൻ തിലകനെ നേരിട്ട് തന്നെ ദൂരദർശൻ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചുകൊണ്ടുവന്നപ്പോൾ വഴിനീള അദ്ദേഹത്തിന് ആരാധകരുണ്ട്. അവരൊക്കെ അദ്ദേഹത്തിനെ കണ്ടു തൊഴുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്. പൊതുനിരത്തിൽ ദൂരെ അദ്ദേഹം വണ്ടിയിലിരിക്കുന്നത് കണ്ടിട്ട് പോലും. അപ്പൊ അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവന്ന് ഞാൻ അഭിസംബോധന ചെയ്ത അദ്ദേഹത്തെ അഭിനയത്തിന്റെ ചക്രവർത്തിയായ തിലകൻ എന്ന അഭിസംബോധന, ഈ അഭിസംബോധന ഈ താരരാജാക്കന്മാർക്കോ ഈ പവർ ഗ്രൂപ്പിനോ ഇഷ്ടപ്പെട്ടില്ല. അതിനെ തുടർന്ന് വലിയ ചോദ്യങ്ങളും പറച്ചിലുകളും ഒക്കെ. എന്തുകൊണ്ട് അദ്ദേഹത്തിനെ അഭിനയ ചക്രവർത്തി എന്ന് വിളിക്കുന്നു എന്നായിരുന്നു ചോദ്യം. അതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള, അമ്മയുടെ സെക്രട്ടറി ആയിട്ടുള്ള അന്നത്തെ ആ ജീവനക്കാരൻ വിളിച്ചു ചോദിക്കുകയായിരുന്നു. അദ്ദേഹവും പക്ഷെ ഒരു ആയുധം മാത്രമാണ്, അവർ പറഞ്ഞിട്ട് ചെയ്യുകയാണ്. അദ്ദേഹത്തിനെ അങ്ങ് പൊതു ഇടത്തിൽ നിന്ന് ഒഴിവാക്കി കളയാം എന്നുള്ള ഒരു തരം മാനസിക ആയിരുന്നു അവരെന്നേരം. കാരണം താരരാജാക്കന്മാർ ഭൂമിയിലെ ദൈവങ്ങളാണല്ലോ എന്നൊരു ചലച്ചിത്ര ഗാനം തന്നെയുണ്ടല്ലോ. താരങ്ങൾ ആണല്ലോ ഭൂമിയിലെ ഇന്നത്തെ രാജാക്കന്മാർ എന്ന് അടൂർഭാസി പാടുന്ന പണ്ട് തൊട്ടേ ഉണ്ട്. ആ ഒരു സംസ്കാരം നിലനിൽപ്പുണ്ട്. കുറെ ഫാൻസ് ഉണ്ട്, തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത കുറെ ഫാൻസ് ഉണ്ട്. ഇവരെ കൊട്ടി ഘോഷിച്ചുകൊണ്ടാണ് ഈ നമ്മൾ ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള പാഠം പഠിക്കാതെ ഇവരുടെ താരത്തിളക്കം കണ്ടിട്ട് അവരെ ആരാധിക്കാൻ വേണ്ടി അഭിനയത്തിന്റെ അങ്ങനെയാണല്ലോ ഈ താരം എന്നുള്ള വാക്ക് തന്നെ ഉണ്ടാവും. അഭിനയ ശേഷിയുടെ ആ ബലത്തിലല്ലല്ലോ, ആ താരത്തിളക്കത്തിന്റെ പേരിൽ തന്നെയാണ് ഈ ഡിസ്ട്രിബ്യൂട്ടർമാർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ സെലിബ്രിറ്റികളാക്കപ്പെടുന്നതും, അതുപോലെ തന്നെ സിനിമ നിർമ്മാതാക്കൾ അവരെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതും എല്ലാം കൂടെ ചേർന്ന വലിയൊരു കാർട്ടൽ, മാഫിയ എന്ന് പറഞ്ഞുകൂടെ കാർട്ടൽ. അതിന്റെ കൂടെ തന്നെ കള്ളപ്പണം, പെണ്ണുപിടി, ഇതെല്ലാം കൂടെ ചേർന്ന ശരിക്കും ഈ നമ്മുടെ എല്ലാ നിയമങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു സോൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. ട്രേഡ് സോൺ നമ്മൾ അവിടെ നികുതി ഇല്ല, ഒന്നുമില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വെച്ചാൽ മന്ത്രിസഭയിൽ അങ്ങനെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിസഭയിൽ ഏതെങ്കിലും മന്ത്രി ഉണ്ടെങ്കിൽ ആ മന്ത്രി പുറത്താക്കണം. പക്ഷെ മന്ത്രിസഭയിൽ ഇപ്പൊ 2 മന്ത്രിമാരേ ഉള്ളൂ മലയാള സിനിമ, ശ്രീ മുകേഷും ശ്രീ കെ ജനേഷ് കുമാറും. അല്ല അതുപോലെ, അതുകൊണ്ടായില്ല. അവരിതിന്റെ ഭാഗം മാത്രമാണ്. ഇപ്പൊ ഈ താരരാജാക്കന്മാരായിട്ട് കൊട്ടിഘോഷിക്കപ്പെടുന്നവർ ഇതിന്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ, പറയാതെ പറഞ്ഞു കഴിഞ്ഞു. മൊഴികൾ നമുക്ക് കിട്ടിയിട്ടില്ല. മൊഴികളിൽ വ്യക്തമായിട്ട് ഇവരുടെ എല്ലാം പേരുകളുണ്ട്. പുറത്തു വിടാതിരിക്കുന്നതാണ്. സ്ത്രീകളുടെ പേര് വരുമെന്നും പറഞ്ഞാൽ ആ പഴിയിലാണ് ഇത് പുറത്തു വിടാതിരിക്കുന്നത്. അങ്ങനെയല്ല, പുരുഷന്മാരുടെ പേര് പുറത്തു വരും. പുറത്തു കഴിഞ്ഞാൽ അവരുടെ ഇമേജ് ഇടിയും, സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോവും. ആളുകൾ വഴിയിലിറങ്ങി ചിലപ്പോൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. അത് പേടിച്ചിട്ടാണ്. ഇവരെയൊക്കെ ആരാധിക്കുന്നവരാണ് പ്രതിപക്ഷത്തുള്ളവരും ഭരണപക്ഷത്തുള്ളവരും സാധാരണ ജനങ്ങളുമല്ല. ഇവരെ ദൈവങ്ങളെ പോലെ ആരാധിക്കുക. ഇവരുടെ ഒരു കുടുംബത്തിൽ ചടങ്ങ് വന്നാൽ തന്നെ മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഇരുന്ന് കാണുക. ഇവർ കൊടുക്കുന്ന പരസ്യങ്ങൾ കണ്ടിട്ട് അത് വാങ്ങിക്കാൻ നടക്കുക.
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പണ്ടെങ്ങാണ്ട് സുകുമാർ അഴീക്കോട് പറഞ്ഞു, ഈ മോഹൻലാലിനെ വെച്ചിട്ട് എന്തിനാ നിങ്ങൾ ആഭരണങ്ങളുടെ പരസ്യം കൊടുക്കുന്നത്, ഇയാൾ എന്തോ പിന്നെ ഓടിയാണും ഒക്കെ ധരിക്കുന്ന ആളാണോ എന്നുള്ളത് പണ്ട് ചോദിച്ചപ്പോൾ ഇന്നസെന്റ് തന്നെ അന്തരിച്ച ലോകത്തിനോട് ബഹുമാനമുണ്ട്, നല്ല നടനായിരുന്നു. അത് ചോദിച്ചു പിന്നെ ഇങ്ങോട്ടുള്ള മുഖം വെച്ചുകൊണ്ട് ആഭരണത്തിന്റെ പരസ്യം കൊടുത്ത് ആരെങ്കിലും കൊടുക്കുമോ? അത്രയാണ്. ഈ ചന്തമല്ല ചിന്തയാണ് എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതാണ് നമ്മുടെ ശ്രദ്ധയിലും ഓർമ്മയിലും ഇപ്പോൾ വരുന്നത്. ചന്തത്തേക്കാൾ പ്രധാനം ചിന്തയാണ്.